മലനാടിൻ മരതകവനിയിൽ മധുനുകരും കിളികളി മൊഴിയാട്ടം ചാരുത പകരും വയലേലകളിൽ കതിർകാന്തികളോ കനകമയം വരവർണ്ണ പൊലിമകളാ സ്വരരാഗ തെളിമകളാ നിങ്ങൾ കണ്ടില്ലേ കേട്ടില്ലേ? നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം പണ്ട് കാലത്ത്. ജീവിതം ഒരു ഉത്സവമാണ്, ഘോഷങ്ങൾ നിറഞ്ഞ ഉത്സവം. ലോകം വെട്ടിപ്പിടിക്കുവാൻ നാം ഓരോരുത്തരും പായുകയാണ്. വസന്തോത്സവത്തിലെ വിളവെടുപ്പിനായി നാം കാത്തിരിക്കും. ഞാൻ അശ്വിൻ ഘോഷ് വർമ്മ, ആർട്ട് സിറ്റിയിലെ സീനിയർ ആർക്കിടെക്ട്. എന്ത് പറയാനാ ചേച്ചി, ഇവിടെ പിടിപ്പത് പണിയാണേ. അതേന്നേ, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതെ അതെ എന്റെ ചേച്ചി, ഇതേ മെട്രോ നഗരവാ, നമ്മുടെ ആറുമുട്ടുകരയല്ല. പിന്നെ ചേച്ചിക്കൊരു കാര്യം അറിയുമോ? ഇവിടെ ഫ്ലാറ്റുകളിലെ ആരും തന്നെ ചോറും കറിയും വെക്കാറില്ല, ഒക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുവാണേ. അതേന്നേ, ഓൺലൈൻ ഫുഡ് സർവീസേ. നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അമ്പലപ്പുഴ പാൽപ്പായസം വരെ നമ്മുടെ ഫ്ലാറ്റിന്റെ മുന്നിൽ എത്തുമെന്നേ. പിന്നെ ചേട്ടന് മുളക് ഇല്ലാതെ ചോറിറങ്ങിയാലോന്ന് ചേച്ചിക്ക് അറിയത്തില്ലേ? അത് ഞാൻ തന്നെ ഉണ്ടാക്കണം. അയ്യോ, നേരെ ഞാൻ വെക്കുവാണേ. കത്തിയും വെച്ചോണ്ട് നിന്നോ, വിശന്നിട്ട് എന്റെ വയറ് കത്തുന്നു. ആറങ്ങോട്ടുകരയ്ക്ക് എന്നാ ഒന്ന് പോകാൻ പറ്റുക? ഉടനെ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം എന്റെ വിധി. ആർഷ ഗ്രൂപ്പ് കാടിന് നടുവിൽ നിർമ്മിക്കുന്ന പുതിയ നഗരത്തിൽ ഒരു ഫുഡ് വേ തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഫുഡ് വേയോ? അതെന്തുവാ? എന്റെ പൊട്ടാസ്, ഭക്ഷണശാല. ഓ, ഹോട്ടല്. ഞാൻ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. അവർക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഭക്ഷണശാലയിൽ ബീഫ് വിളമ്പാൻ പാടില്ല, വേറെ എന്ത് വേണേലും വിളമ്പാം. അങ്ങ് ആറുമുട്ടുകരയിലേ ഒരമ്മയുടെ ചായക്കടയുണ്ട്. അവിടെ നല്ല രാമശ്ശേരി ഇഡലിയും ചട്ടിപ്പൊടിയും കിട്ടും. എന്റെ ഗോവിന്ദേട്ടാ, അതോർക്കുമ്പോ തന്നെ എന്റെ വായിൽ കൂടെ പട്ടാമ്പിപ്പുഴ ഒഴുകുക. എന്റെ കുഗ്രാമേ, നിന്റെ അമ്മയുടെ ചായക്കട അല്ലടി ഈ ലോകം.
ഇതേ 2K വേൾഡാ. സൈബർ ആൻഡ് സിന്തറ്റിക് വേൾഡ്. ലഹരിയും ഭ്രമാനന്ദ ലോകം. ആ എനിക്കൊന്നും അറിയില്ല. അയ്യോ നീ ഒന്നും അറിയണ്ടേ? ഒരു ഇത്തിരി മുളേഷൻ എനിക്ക് ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. ഓ ഉണ്ടാക്കാവേ. ആ പിന്നെ നമ്മുടെ ഡോക്ടർ അലക്സിന്റെ മകനാ ജംഗിൾ സിറ്റി ഡിസൈൻ ചെയ്യുന്നത്. നിനക്ക് അവനെ അറിയാം? ആ എനിക്ക് അവനെ ഒന്ന് കാണണം. കാടിന്റെ നടുവിൽ നിർമ്മിക്കുന്ന ആ നഗരത്തിന്റെ പേര് എന്താണെന്ന് തനിക്കറിയുമോ? എന്താ? കൊയ്ത്ത്. കൊയ്ത്തോ? വിളവെടുപ്പ്. അശ്വിൻ, ഗുഡ് ഈവനിംഗ് പാപ്പ. ഇന്നെന്താ പാപ്പ ഒരു ഗ്ലൂമി മോഡ്? ഹോസ്പിറ്റൽ ഇഷ്യൂ വല്ലതും ഉണ്ടായോ? ഒന്നും പറയണ്ട അശ്വിൻ. ഇന്നൊരു ദാരുണമായ സംഭവം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ഒന്നുകിൽ ആക്സിഡന്റ്, കൂടിപ്പോയ മർഡർ, അതോ പീഡനം വല്ലതും ആണോ? ബ്രൂട്ടൽ റേപ്പ്. അതാണോ? അതൊക്കെ ഇവിടെ സർവ്വസാധാരണമല്ലേ പാപ്പ? യെസ്, ബട്ട് ഇതങ്ങനെയല്ല അശ്വിൻ. വെരി ക്രൂവൽ. റേപ്പ് ചെയ്തതിനു ശേഷം വിചിത്രമായ രീതിയിൽ ഇരയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ 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 ഈ കേസിലെ ഇര വെറും 14 വയസ്സുകാരനെ ഒരു ആൺകുട്ടിയാണ്. അവനെ റേപ്പ് ചെയ്തിരിക്കുന്നതോ 25 വയസ്സുകാരിയായ ഒരു ഫാഷൻ ഡിസൈനർ. പാപ്പ അതിലൊരു അമ്പരപ്പമില്ല. കാലം അങ്ങനെയല്ലേ, ഒരുതരം ഉന്മാദം നിറഞ്ഞ കാലം. എന്നെ നടുക്കിയത് മറ്റൊന്നാണ് അശ്വിൻ. വാട്ട്? റേപ്പ് ചെയ്തതിനു ശേഷം അവൾ അവനെ കൊലപ്പെടുത്തിയ രീതി. ഹോ, അവൾ അവന്റെ ഹൃദയഭാഗത്ത് കത്തിക്കൊണ്ടൊരു ചിത്രം വരച്ചിരിക്കുന്നു. എ ബ്ലഡി പിക്ചർ. താഴെ താഴെ അവൾ എഴുതിയിരിക്കുന്നു, ഐ ആം എ നാർക്കോട്ടിക് സിറ്റി. അവളൊരു ഡ്രഗി ആയിരുന്നു. യെസ്, മാരകമായ സിന്തറ്റിക് ലഹരി. അതൊക്കെ പോട്ടെ, എന്താ ഇതിന്റെ വർക്കൊക്കെ കഴിഞ്ഞോ? ഇന്ന് കഴിയും. രാജ്യത്തെ നമ്പർ 1 കോർപ്പറേറ്റ് ആയ ആർഷ ഗ്രൂപ്പിന് വേണ്ടി ഒരു ന്യൂ പ്രോജക്റ്റ്. കാടിന്റെ നടുവിൽ ഒരു നഗരം. മാളുകളും പബ്ബുകളും കസിനോകളും ഒക്കെ നിറഞ്ഞൊരു ഗ്ലോബൽ സിറ്റി. ഓ, സിറ്റിയുടെ പേരെന്താണെന്നറിയോ? ഹാർവെസ്റ്റ്. ഹാർവസ്റ്റ്. ഹാർഷ കോർപ്പറേറ്റ് ഗ്രൂപ്പ് പരമ്പരാഗത വ്യവസായികളാ മോനെ. കച്ചവടത്തിലെ അട്ടയുടെ കണ്ണ് കണ്ടിട്ടുള്ളവർ. യെസ്, അതാണല്ലോ അവര് കാടിന്റെ നടുക്കൊരു നഗരം പണിയുന്നത്. പേരോ വികസനം, ചെയ്യുന്നതോ ആവാസ വ്യവസ്ഥയെ തകർക്കൽ. മോനെ അശ്വിനെ, നീ കൂടുതൽ വിപ്ലവീകരിക്കാൻ നിൽക്കാതെ ആ ജംഗിൾ സിറ്റിയുടെ ചിത്രം ഒന്ന് വരച്ചു കൊടുക്കാൻ നോക്ക്. യെസ്, ദാറ്റ്സ് മൈ ജോബ്. നോ, ദാറ്റ്സ് മൈ ഡ്യൂട്ടി. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. തീ പിടിച്ച ചിറകുകളുമായി കുതിച്ചു പായുന്ന കറുത്ത കുതിരകൾ. ഭ്രമാത്മകവും അഭിനിവേശവും നിറഞ്ഞൊരു ഫാന്റസി ഡ്രീം. സാമന്ത, നമ്മൾക്കിടയിലെ പ്രണയത്തിന്
വിശുദ്ധിയുണ്ടോ? നമ്മൾ തമ്മിൽ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ. ഉടമ്പടിയോ? യെസ്. എന്റെ ദാഹം ശ്രമിക്കും വരെ നീയും നിന്റെ കരുത്ത് തീരും വരെ ഞാനും പ്രണയിച്ചുകൊണ്ടേയിരിക്കണം എന്നാ അലിഖിത ഉടമ്പടി. നമ്മൾക്കിടയിലെ ബന്ധത്തിന്, പ്രണയത്തിന് വിശുദ്ധിയുണ്ടോ? എന്ത് വിശുദ്ധി? മണ്ണാങ്കട്ട. എടാ, ഇത് കൊയ്ത്ത് കാലമാണ്. അഭിരുചികളും ആസക്തികളും നിറഞ്ഞ കാലം. ഏജ് ഓഫ് നിയോ ഫാസിസം. നിന്നിൽ ഞാനൊരു ഹിറ്റ്ലറെ കാണുന്നു. ഗ്യാസ് ചേംബറിലേക്ക് ജൂതന്മാരെ വലിച്ചെറിഞ്ഞ ആ ഹിറ്റ്ലറെ പോലെ. നീ എന്നെ നിന്നിലേക്ക് വലിച്ചെറിയൂ. ഞാൻ ശ്വാസം മുട്ടി ഉന്മാദിയാകട്ടെ. സോറി, ഐ എം സോറി. ഇറ്റ്സ് ഓക്കേ മിസ്റ്റർ. ആ പെൺകുട്ടി എന്നെ കുറിച്ച് എന്ത് കരുതി കാണും? അത് കാര്യമാക്കണ്ട. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഗോവിന്ദ്, ടൗണിൽ കലിംഗ സ്ട്രീറ്റിൽ താമസിക്കുന്നു. താങ്കളുടെ പപ്പായ്ക്ക് എന്നെ അറിയാം. ഞാൻ വന്നത് ഒരു റിക്വസ്റ്റുമായിട്ടാണ്. റിക്വസ്റ്റ്? യാ, ആർഷ ഗ്രൂപ്പിന്റെ ജംഗിൾ സിറ്റിയുടെ പ്ലാനിംഗ് എലിവേഷൻ തയ്യാറാക്കുന്നത് താങ്കളാണെന്ന് അറിഞ്ഞു. അതെ. എനിക്ക് ആ ജംഗിൾ സിറ്റിയിൽ ഒരു ഫുട്വേ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ വലിയ ടോക്കൺ മണിയാണ് അവർ ആവശ്യപ്പെടുന്നത്. താങ്കൾ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ പ്ലീസ്. പറ്റില്ല എന്ന് മാത്രം പറയുക. ഞാൻ അവരുടെ ക്രിയേറ്റീവ് ഹെഡ് മാത്രം. അതറിയാം. നമ്മുടെ സംസ്കാരങ്ങളും ധർമ്മങ്ങളും സനാതനത്വവും എല്ലാം നിറഞ്ഞ ഒരു സ്പേസിലായിരിക്കണം എൻ്റെ ഫുഡ് ബേ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആർഷ ഗ്രൂപ്പിൻ്റെ ഈ പ്രൊജക്റ്റ് കുലീനർക്കും ഉന്നത കുലജാതർക്കും വേണ്ടിയുള്ളതാണെന്ന് അറിയാം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നാർസിസ്റ്റ് ആംബിയൻസ് ഈ ജംഗിൾ സിറ്റിക്ക് ഉണ്ട്. സവർണനായ അശ്വിൻ ഘോഷ് വർമ്മ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. പഴയ ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ താവഴിയിൽപ്പെട്ട ഗായത്രി വർമ്മയുടെ മകനല്ലേ മിസ്റ്റർ അശ്വിൻ ഘോഷ് വർമ്മ? യെസ്. ഡോക്ടർ അലക്സിൻ്റെയും ഗായത്രി വർമ്മയുടെയും ഏക മകൻ. റോയൽ ബ്ലഡിൽ പിറന്നവർ ഒരു വാക്ക് തന്നാൽ അത് പാലിച്ചിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു മിസ്റ്റർ ഗോവിന്ദ്. എങ്കിൽ ഞാൻ സന്തോഷത്തോടെ മടങ്ങട്ടെ. എടോ, കാര്യം കാണണേ കഴുതക്കാലി പിടിക്കണേലേ, അതിനും ഈ ഗോവിന്ദൻ തയ്യാറാണോ? അവന്റെ അമ്മയുടെ റോയൽ ബ്ലഡ്. രണ്ട് വാക്ക്. ആ അശ്വിൻ, ആ പുങ്കൻ, ഫ്ലാറ്റ്. എടോ, കോൺട്രാക്ട് എനിക്ക് കിട്ടിയടോ. ഗുഡ് ഈവനിങ് സാർ. ആ, ഗുഡ് ഈവനിങ്. എന്തുണ്ട് സഖാവേ, സുഖം തന്നെയല്ലേ? ഓ, അങ്ങനെ പോകുന്നു സാറേ. അല്ല, സാറിന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. ആവണമല്ലോ. താനേ എന്റെ പദവിങ് എടുത്ത് ഇപ്പൊ എടുക്കാം സാറേ. 2 എക്സ്ട്രാ ആയിക്കോട്ടെ. അത് പിന്നെ പറയാനുണ്ടോ? സ്മോള് വേണ്ട, ലാർജ് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ, എന്തുണ്ട്? കൂടുന്നോ? എല്ലാം എന്റെ വക. ഉറപ്പാ? ആ, ഓക്കെ. അല്ല, ആരാ ആ കൂടെ ഇരിക്കുന്നത്? അപ്പോ ഇന്നലെ കണ്ടതാരായിരുന്നു? ഓരോരുത്തന്റെ ഓരോ ഭാഗ്യമേ. ഇന്നലെ ഒരാള്, ഇന്നൊരാള്, നാളെ വേറൊരാള്.
എടോ, അടുത്ത മാസമല്ലേ തൻ്റെ നാട്ടിലെ പെരുങ്കളിയാട്ടം? അതെ സാറേ. എനിക്ക് കളിയാട്ടം കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, താനിപ്പോ തെയ്യം ഒന്നും കിട്ടാറില്ല? കെട്ടിയിരുന്നു സാർ, ഇപ്പൊ ഇല്ല. ഞാൻ പൊട്ടൻ തെയ്യം കെട്ടിയിരുന്നോണാ. ഇപ്പോ ഞങ്ങളുടെ ദൈവങ്ങൾക്കൊന്നും ഡിമാൻഡില്ല. തനിക്കറിയോ, ഇത് കോർപ്പറേറ്റ് ബിസിനസ് ഏജാണ്. എല്ലാം മാറി മറിയൂ. ലാഭം ലാഭം ലാഭം, അത് മാത്രമാണോ എല്ലാവരുടെയും ലക്ഷ്യം? അല്ല സാറേ, എന്തായി സാറിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ്? ഫുഡ് ബേ. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. കാടിന്റെ നടുവിൽ ഉയരുന്ന നഗരത്തിൽ അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കും. അല്ല, കാടിന്റെ താളം തെറ്റിച്ചല്ലേ അവിടെ ആ നഗരം പണിയുന്നത്? അത് അനീതിയല്ലേ? എടോ, താൻ ഇപ്പോഴും ആ കമ്മ്യൂണിസ്റ്റ് തന്നെയാണല്ലോടോ സഖാവേ. ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാ സാറേ. ഒരു വ്യവസ്ഥയെ ചൂഷണം ചെയ്ത് മറ്റൊരു വ്യവസ്ഥ ആധിപത്യം ചെലുത്തുക. സാർ എപ്പോഴെങ്കിലും കാടിന്റെ ബിഷപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കാടിന്റെ വിഷമോ? താന്റെ മനുഷ്യരെ കളിയാക്കുവാണോ? ഒരെണ്ണം കൊടുക്ക. അല്ല അവന്. അതെ സാറേ, വിശന്നപ്പോ ഒരു ബ്രെഡ് എടുത്തതിന് ഒരു ആദിവാസി യുവാവിനെ തച്ചുകൊന്ന നാടാണ് നമ്മുടേത്. ബിഷപ്പ് എന്നുള്ളിലിരിക്കുന്ന ബിഷപ്പിന്റെ തീനം ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയുള്ളൊരു തീനാളം. കാട് കട്ടവൻ, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. കൂറ് കട്ടവൻ മരിച്ചാൽ ഊര് കട്ടവൻ മുടിക്കും. രൂപവതി രുചിരാംഗി, രൂപവതി രുചിരാംഗി, രോമാഞ്ചം ചൂടി വരൂ. എന്താ ഇന്ന് അടുക്കളയ്ക്ക് ഒരു മതിപ്പിക്കുന്ന മണം? അതെ, ആ ഏട്ടന് വേണ്ടിട്ടേ ആ ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുക. അതെന്താ? മുരിങ്ങയ്ക്ക വിളയിച്ചത്. ആഹാ, ദാ ரொம்ப பிரமாதம், ரொம்ப பிரமாதம். ഓ, എനിക്ക് വല്ലാത്ത ഉന്മേഷം തോന്നുന്നു. തുഷാർ, എനിക്കൊരു പ്ലാൻ. നമ്മൾ പുതുതായി തുടങ്ങുന്ന ഫുഡ് ഡേയിൽ ഒരു പുതിയ വിഭവം പരീക്ഷിച്ചാലോ? മുരിങ്ങയ്ക്ക വിളയിച്ചതാണോ? നോ നോ നോ, ഇത് മറ്റൊരു അടാർ വിഭവം, ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷ്. അതെന്താ? മുരിങ്ങയ്ക്ക കഴിച്ചാൽ ലൈംഗികാസക്തിയും കരുത്തും വർദ്ധിക്കുന്നത് പോലെ കറുത്ത കുതിരയുടെ മാംസം ഭക്ഷിച്ചാൽ കരുത്തും ആസക്തിയും.
കറുത്ത കുതിരയെ പോലെ കുതിച്ചു മെതിച്ചു പായുവാൻ ആഗ്രഹിക്കുന്നവരുടെ കാലം. കിടപ്പുറയിൽ കുതിരകളാകാൻ തുഷാര, ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുക സെക്സ് റിലേറ്റഡ് ഉൽപ്പന്നങ്ങളാണ്. ഗോവിന്ദേട്ടാ, നിങ്ങൾ ഇതെന്തൊക്കെയായി പറയുന്നേ? കുതിര ഇറച്ചി കഴിച്ചാൽ ലൈംഗികാസക്തിയും കരുത്തും വർദ്ധിക്കുമെന്ന് നാം പരസ്യം ചെയ്യും. കുതിര വറുത്തത്, കുതിര ബിരിയാണി, കുതിര അൽഫാം, കുതിര നിർത്തിപ്പറിച്ചത്, അങ്ങനെ അങ്ങനെ അങ്ങനെ. തുഷാര, ഇത് കൊയ്ത്ത് കാലമാണ്, ലാഭം കൊയ്തെടുക്കേണ്ട കാലം, എന്തും കച്ചവടമാകുന്ന നീയാ കോർപ്പറേറ്റ് കാലം. ഇവിടെ കാമമൊരു കരുവാണ്, കച്ചവട ചതുരംഗത്തിൽ മുന്നേറാനുള്ള കഴിവ്. വാ തുഷാര, വാ വാ, കാമത്തിന്റെ വിളവെടുക്കാൻ നമുക്ക് നമുക്ക് കറുത്ത കുതിരകൾ. എന്താടോ പുതിയ പരിപാടി? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യനെ മാറ്റിമറിക്കുന്ന പരിപാടി അല്ലേടോ? അങ്ങനെയല്ല മുത്തശ്ശ, എല്ലാ വികാര വിചാരങ്ങളെയും നവനിർമ്മിക്കുക. മനസ്സിലായില്ല. തന്തവൈബ്. അല്ല, അത് പോട്ടെ, എന്തായടോ ആ ഗോവിന്ദന്റെ കാര്യം? അത് മറ്റൊരു തന്തവൈബ്. അങ്ങേരുടെ അമ്മൂമ്മയുടെ കാലത്തെ കുറച്ച് രുചികളുമായിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുക. അതുപോലെ ഈ കാലത്ത് നടപ്പിലാവുമോ? അതുകൊണ്ട് മാർക്കറ്റിലെ പുതിയ രുചികളെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക. അവൻ ശരിക്കും ഒരു കിറുക്കനാ, സൂക്ഷിക്കണം. കിറുക്കല്ല മുത്തശ്ശ, പിന്നെ ഭക്ഷണത്തിലെ വെജിറ്റേറിയൻ സ്വഭാവം ഏറെ കുലീനമത്രേ. വെജ് കഴിക്കുന്നവരോ ഏറെ ശ്രേഷ്ഠന്മാരത്രേ. ഭക്ഷണത്തിലെ വെജിറ്റേറിയൻ സ്വഭാവം ഉള്ളവർ കുലീനർ തന്നെയാണ്. സിരകളിൽ കൂടി വിശുദ്ധ രക്തമൊഴുകുന്നവർ. അഡോൾഫ് ഹിറ്റ്ലർ ശുദ്ധ വെജിറ്റേറിയൻ ആയിരുന്നു. Für richtig hältst. Ob du glaubst, dass ich fleißig gewesen bin, dass ich gearbeitet habe, dass ich mich in diesen Jahren für dich eingesetzt habe, dass ich anständig meine Zeit verwende, du meine Arbeit für richtig hältst. Ob du glaubst, dass ich fleißig gewesen bin, dass ich gearbeitet habe, dass ich mich in diesen Jahren für dich eingesetzt habe, dass ich anständig meine Zeit, meine Arbeit für richtig hältst. Ob du glaubst, dass ich fleißig gewesen bin, dass ich gearbeitet habe, dass ich mich in diesen Jahren für dich eingesetzt habe. എന്റെ നിലം, എന്റെ കാട്, എല്ലാം നിങ്ങൾ തട്ടില്ലേ? എന്റെ കണ്ണ് നിങ്ങൾ ചുരുത്തില്ലേ? ഏങ്ങളും മനുഷ്യരാണ്. നീയൊരു കറുത്ത വിഭവമാണ്. ഏതു മാർക്കറ്റിലും വിലയില്ലാത്ത കറുപ്പ്.
നിന്റെ സത്വം, ദൈവസമ്പത്ത്, ധാതുസമ്പത്ത് എല്ലാം വിലപ്പെട്ടതാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഒരു പിടി അരി തരുമോ? വിശപ്പ് 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 ഒരു വർഗ സമര സിദ്ധാന്തമല്ല. ഇന്നത്തെ കോർപ്പറേറ്റ് വ്യവസ്ഥയിൽ വിശപ്പ് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമല്ല. അതെ, വിശപ്പ് വിട്ടഴിക്കാൻ കഴിയാത്ത ഒന്നാണ്. വിശപ്പിനും കറുത്ത നിറമാണ്. വിശപ്പിന് ക്ഷീണിച്ച സൗന്ദര്യമാണ്. എല്ലുന്തിയതും കൊഴിഞ്ഞ കണ്ണുകളുമുള്ള കറുത്ത മെലിഞ്ഞ വിശപ്പ്. വിശപ്പിനെ കാണാൻ ഒരു ചേലമില്ല സാറേ. അതി നമുക്ക് വിശപ്പിനെ ആകർഷകവും സുന്ദരവുമാക്കണം. മാർക്കറ്റിംഗ് ശതകോടികൾ വിറ്റഴിക്കാൻ വിശപ്പിനെ നമുക്ക് നവനിർമ്മിക്കണം. വിശപ്പിനെ പുതുതാക്കി നിർമ്മിക്കേ? അതെങ്ങനെ? വിശപ്പിനെ പുതുതായി നിർമ്മിക്കാം. നിർമ്മിതി ശാസ്ത്രത്തിലൂടെ. നിങ്ങൾ പറഞ്ഞേക്കും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കണം. വികാരങ്ങളെ, വിക്ഷോഭങ്ങളെ എല്ലാം നമ്മൾ നവനിർമ്മിക്കും. നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി, നീ പുതയ്ക്കുന്ന പുതപ്പിന്റെ ചൂട്, നീ അനുഭവിക്കുന്ന പുരുഷന്റെ കാമം നിറഞ്ഞ ഉടൻ എല്ലാം നമ്മൾ നവനിർമ്മിക്കൂ. കനലാടി ഉറയുന്നേ, കാവാകെ കളിയാടുന്നേ. ദ്രുതതാളം മുറുകുന്നേ, ദേവത്താൻ മാരെത്തുന്നേ. മുകിലിൻ പെരുമുടിയാട്ടം, തെന്നലിലും മൊഴിയാട്ടം, കതിർ കാണാക്കി